ദ്വാരക്കണം, നമ്മൾ നല്ലോണം ദ്വാരക്കണം. ഒരു കൊച്ചു കുഞ്ഞെങ്ങനെയാണോ പ്രിയപ്പെട്ടതായ തന്റെ ഉപ്പയോടും ഉമ്മയോടും അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം ഒരാപത് പടച്ച റബ്ബിൻ്റെതായ അടിമ തന്റെ റബ്ബിനോട് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ചോദിക്കേണ്ടത്. നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ അതിന് നേരമില്ല. ആ സമയത്തുള്ള സമയം റാഹത്തായിട്ട് കിടന്നുറങ്ങാൻ അല്ലേ? രാവിലെ തഹജ്ജുദിന് പോലും ഇല്ല. നമ്മുടെ അവസ്ഥ, നമ്മളൊന്നും അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. അതൊക്കെയാണ് വിഷയം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നല്ല ഉറക്കം, നമുക്ക് നല്ല ഫുഡ്, എല്ലാ സൗകര്യം നമ്മുടെ ഉണ്ടെങ്കിൽ റാഹ. പടച്ച റബ്ബിനെ മറന്നു പോകുന്നതായ അവസ്ഥ അള്ളാഹു ഈമാൻ നൽകട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാര് കൃത്യമായി ഇപ്പോഴും തഹജ്ജുദ് നമസ്കരിക്കുന്നവരുണ്ടല്ലേ? അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കുമാറാവട്ടെ. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അങ്ങനെ നമസ്കരിക്കുന്നവരോടത്ത് നമ്മൾ ചോദിക്കണം, എന്താ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നേട്ടം എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും വലിയ ബറക്കത്താണ്. വലിയ സമ്പത്തും വലിയ പ്രമാണവും വലിയ അനുഭൂതികളൊന്നും ഇല്ല എങ്കിലും ഉള്ളതിൽ അവർ സംതൃപ്തനായിരിക്കും, ഉള്ളതിൽ അവർ സംതൃപ്തിയായിരിക്കും, നല്ല റാഹത്തായ ജീവിതമായിരിക്കും. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ആവണം നമ്മളും. ധാരാളം സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ടതായ സഹോദരിമാരടക്കം അള്ളാഹു അവർക്കൊക്കെ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷമങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എടാ, ഒരമലാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിലും അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരായി നമ്മൾ മാറരുത്. തോന്നുമ്പോൾ ഇബാദത്തുകൾ ധന്യരാവാൻ വേണ്ടി നിൽക്കുന്നവരായി മാറരുത്. കൃത്യമായി നമ്മൾ ചെയ്യണം. കൃത്യമായി നമ്മൾ തീർച്ചയായും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്തുകളിൽ നമ്മൾ നിർബന്ധം ചെലുത്തണം. നമ്മുടെ അമലുകളിൽ ധാരാളം നമ്മൾ വർധനവ് കൊണ്ടുവരണം. ഒരമലാണ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായി ചെയ്യാനുള്ള ഒരവസ്ഥാസ്ഥി നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടതായ പൊന്നോമന മക്കളെ വിളിച്ചിരുത്തി പരിശുദ്ധമായ ഖുർആൻ ഓദിപ്പിക്കണം. അവർക്ക് വേണ്ടതായ തഅലീമുകൾ നടത്തണം. അവർക്ക് വേണ്ടതായ ഇബാദത്തുകൾ, കുറവുള്ളതായ തെറ്റുകളും തിരുത്തലുകളും ഒക്കെ നമ്മൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം. അതിലൂടെ ധാരാളം കാര്യങ്ങൾ അവർ പഠിക്കുകയും ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് കൊടുത്താൽ എന്താണ് നമുക്ക് നേട്ടം? ആഖിറത്തിൽ നമുക്ക് ഗുണമല്ലയോ? ആഖിറത്തിൽ ഗുണമല്ലയോ? എത്രയോ പ്രിയപ്പെട്ടതായ പൊന്നോമന മക്കളെ അടക്കം ദീനിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രിയപ്പെട്ടതായ പൊന്നോമന മാതാപിതാക്കൾ കൊണ്ടുവിട്ട് അവർക്ക് വേണ്ടതായ